അങ്ങനെ ഞങ്ങൾ നെയ്യാർ ഡാമിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ ബസ്സിൽ നിന്ന് ഇറക്കി. എല്ലാവരോടും പ്രത്യേകം പറഞ്ഞു ക്യാപ്പും അംബ്രല്ലയും ഒക്കെ എടുത്തോളാൻ. അപ്പോൾ ഇനി അവിടെ നിന്ന് ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവാം. അപ്പോൾ അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. ഒരു കയറ്റമാണേ. അപ്പോൾ ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട് അയ്യോ നടക്കാൻ വയ്യേ. പിന്നീട് ആ ഡാമിൻ്റെ ഭാഗമൊക്കെ കണ്ടപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി. പിന്നെ അവരുടെ നടപ്പിന് നല്ല സ്പീഡൊക്കെ ആയി. കുറച്ച് പേര് ഓടാൻ തുടങ്ങി. ആകാശം ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുക. ഏത് സമയവും മഴ പെയ്യാം. പിന്നെ അവിടെയൊക്കെ ഓൾറെഡി ഞങ്ങൾ വരുന്നതിന് മുമ്പേ അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു നനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 1958 നെയ്യാർ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. കറക്റ്റായിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലൂടെ ഒഴുകുന്ന നെയ്യാർ നദിയിലാണ് ഈ അണക്കെട്ട്. ഡാമിന് മുകളിലുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഡാം മാത്രമല്ല അവിടുത്തെ പ്രത്യേകത, ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രവും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഏഷ്യാറ്റിക് ലയൺസിന് വേണ്ടി 1984 ഒരു ഓപ്പൺ പാർക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരിടയ്ക്ക് ഏകദേശം 17ഓളം സിംഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാർക്കാണത്. പക്ഷേ ഇപ്പോഴേ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഡിയർ പാർക്കുണ്ട്, ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ആ മനോഹരമായ തടാകത്തിലൂടെയുള്ള ബോട്ട് റൈഡിങ്, അതൊക്കെ നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ആ ഡാമിന് മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് തിരിച്ചു വന്നു. അടിപൊളി ലഞ്ചായിരുന്നു. നോൺ വെജ് വേണ്ടവർക്ക് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വെജ് വേണ്ടവർക്ക് അങ്ങനെയും. നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, സലാഡ്, പപ്പടം, അച്ചാർ, ഐസ്ക്രീം. വെജുകാർക്ക് പനീറും കോളിഫ്ലവറും ഒക്കെ അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കറിയായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ച് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കഴിച്ചു. അതിനുശേഷം കുട്ടികളെ നമ്മൾ വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയി. പിന്നെ വീണ്ടും അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് കയറി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചിൽഡ്രൻസ് പാർക്കിനടുത്തായിട്ട് ഒരു അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ കുട്ടികളെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അവർക്ക് കിട്ടിയ ഒരു അവസരമല്ലേ, അവർ ശരിക്കും അത് എൻജോയ് ചെയ്തു. ചിൽഡ്രൻസ് പാർക്കിൽ കുറേ സമയം ചിലവഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ
അവിടെ നിന്ന് ഇറങ്ങി. കാരണം നല്ല ഒരു മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവരെ ബസ്സിലെത്തിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത പണി. പിന്നെ ബസ്സിലെത്തിയതിന് ശേഷം കുട്ടികൾക്ക് സ്നാക്സും ജ്യൂസും ഒക്കെ കൊടുത്തു. പിന്നെ നെയ്യാർ ഡാമിനോട് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു. ഇത് കണ്ടോ, ഈ ബസ്സിനകത്ത് ഇത്രയും ബഹളമൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും അറിയാതെ ഒരാൾ സുഖമായിട്ട് കിടന്നുറക്കുക. ഏകദേശം ഒരു 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ സ്കൂളിലെത്തി. അതിന് മുമ്പേ നമ്മൾ പേരൻസിനോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഏകദേശം ഇന്ന സമയത്ത് എത്തുമെന്ന്. അപ്പോൾ അതനുസരിച്ച് പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ബസ്സും വന്ന് കുട്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പേരൻസ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. എന്തോ ഒരു ബഹളമായിരുന്നു വണ്ടിയൊക്കെ കിടന്ന്. ഇപ്പം നോക്ക്, ആർക്കും ഒരനക്കവും ഇല്ല. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ 3rd സ്റ്റാൻഡേർഡുകാർ വന്നായിരുന്നു കേട്ടോ. അവർ ലുലുവിലല്ലേ പോയത്. ഇവിടെ ജിജി ടീച്ചറുണ്ട്, ബിനു ടീച്ചറുണ്ട്. അവരുടെ കൂടെ ഇപ്പം സുജ ടീച്ചറും ജോയിൻ ചെയ്തു. അപ്പം വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയല്ല, ഇവരും പേരൻസിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ പേരൻസിനോട് ആദ്യം പറഞ്ഞിരുന്നത് ഒരു 6-നും 6:30ക്കും ഇടയ്ക്ക് സ്കൂളിലെത്തുമെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് അവിടുന്ന് നേരത്തെ തിരിക്കേണ്ടതായിട്ട് വന്നു. കാരണം നല്ല മഴക്കോളുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു. ഞങ്ങൾ ഏകദേശം ഒരു 5-നും 5:30ക്കും ഇടയ്ക്ക് സ്കൂളിലെത്തുമെന്ന്. അങ്ങനെ നമ്മളെത്തി. പക്ഷേ കുറച്ച് പേരൻസൊക്കെ ഉണ്ടായിരുന്നു, ചിലരൊന്നും വന്നില്ല. അവർ നമ്മളെ വിളിച്ച് പറഞ്ഞു ഇച്ചിരി വരാൻ ലേറ്റ് ആകുമെന്ന്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അവസാനം ഞാനും സജി ടീച്ചറും 4 കുട്ടികളും ഉണ്ട്. അതിലൊരു കുട്ടി ടീച്ചറിൻ്റെ ആണ്, ബാക്കി 3 പേര്. അങ്ങനെ ബാക്കി പേരൻസും വന്നു, ആ കുട്ടികളും പോയി. പിന്നെ ഞങ്ങളും അവിടെ നിന്ന് തിരിച്ചു. ഒത്തിരി ടൈമൊന്നും ആയില്ല കേട്ടോ, 6:15 കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ അവിടെ നന്നായിട്ട് ഇരുട്ടി. ലൈറ്റ് ഉണ്ടോ? അടച്ചോ അതിലേ പൊക്കോളാം. അങ്ങനെ 1 ഡേ ട്രിപ്പ് നല്ല ഹാപ്പിയായി അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.